സ്റ്റുഡൻറ് വിസ ലൂപ്പ്. ഞാൻ ലൂപ്പിനെ കുറിച്ച് പറയാം. കേട്ടിട്ടിരിക്കുക, എല്ലാ ആൾക്കും ആ ഒരു സിറ്റുവേഷനിലൂടെ പോയ ആളുകളായിരിക്കും. ചില സ്റ്റുഡൻസ് പറയും ഞങ്ങൾ രാവിലെ 6 മണിക്ക് വർക്കിങ്ങിലോട്ട് വേണ്ടി പോകുന്നുണ്ട്, രാത്രി 7 മണിക്കോ 9 മണിക്കോ തിരിച്ചു വരുന്നുള്ളത്. പിന്നെ എനിക്ക് 1 ഹവർ 2 ഹവർ മാത്രമേ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഉറങ്ങി വീണ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ തളർന്ന് പോകുന്നുണ്ട്. എനിക്ക് അപ്ലൈ ചെയ്യാനോ ജോബ് നോയിനെ കുറിച്ച് ചിന്തിക്കാനോ വേറൊന്നും പറ്റുന്നില്ല. കാരണം വീട്ടിൽ പ്രശ്നങ്ങൾ, ബാങ്ക് ലോണുകൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നുള്ളത്. എനിക്ക് അവരടുത്ത് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്ത് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ വളരെ സില്ലി ആയിട്ട് കാണുന്നുള്ളത് എന്നാണ്. കാരണം നിങ്ങൾ ലോങ് ടേം ഗോൾസുകളെ ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഡ്രോപ്പ് ചെയ്യാണ്. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് ഫാസിൽ കാരാട്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മോർ ദാൻ 5 കൺട്രീസിൽ വർക്ക് ചെയ്യുകയും ഇതുപോലെ തന്നെ ഇത്രത്തോളം കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റുന്നുള്ളത്, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാൻ പറ്റുന്നുള്ളത്. കാരണം നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫ്രണ്ടിന്റെ അടുത്തോ നിങ്ങൾ റൂംമേറ്റിന്റെ അടുത്തോ ഒരിക്കലും ഇത്തരത്തിലുള്ള അഡ്വൈസ് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കാരണം എല്ലാ ആളുകളും സെയിം ലൂപ്പിലാണ്. ഞാൻ തുടങ്ങിയിട്ട് പറഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലൂപ്പിനെ കുറിച്ച് പറയായിരുന്നു. സെയിം ലൂപ്പിലാണ് എല്ലാ ആളുകളും എന്തായിരിക്കും, ഒന്നുകിൽ 7 മണിക്ക് ഷിഫ്റ്റിന് പോകുന്ന ആളുകൾ, 6 മണിക്ക് ഷിഫ്റ്റിന് പോകുന്ന ആളുകൾ, പരസ്പരം കാണാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലുള്ള ആളുകളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വീട്ടിലെ ലോണോ അതല്ലെങ്കിൽ വീട്ടിലെ മറ്റു പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ലോങ് ടേമിലോട്ട് പോകത്തില്ല. നിങ്ങൾക്ക് വെറും 23-24 വയസ്സായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ കുറവായിരിക്കും. ഈ 22-23 വയസ്സുള്ള ആളുകൾ നിങ്ങൾ ജീവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പാർട്ട് ടൈം ജോലി ചെയ്ത് മുന്നോട്ട് ജീവിതത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ ടൈമും കാര്യം സ്കെഡ്യൂൾ ചെയ്യുക. അപ്ലിക്കേഷൻസ് കാര്യങ്ങളെ കുറിച്ച് ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊസീഡ് ചെയ്യുക.